ഒരു യോഗി അകാലമരണ യോഗമുള്ള തൻ്റെ ഒരു ശിഷ്യന് ഒരു വാക്ക് കൊടുക്കുന്നു. അടുത്ത ജന്മത്തിൽ തന്നെ കണ്ടെത്തി ചെറുപ്രായത്തിൽ തന്നെ ആത്മീയതയിൽ എത്തിച്ചു കൊള്ളാം എന്ന്. അദ്ദേഹം കൊടുത്ത ആ വാക്ക് പൂർത്തീകരിക്കുകയും ചെയ്തു. അതിനായി ആ യോഗി ഉപയോഗപ്പെടുത്തിയത് യോഗയിലെ ഒരു രഹസ്യമാർഗമായിരുന്നു. ആരാണ് ആ യോഗി? എങ്ങനെയാണ് അദ്ദേഹം തൻ്റെ ആ വാക്ക് നിറവേറ്റിയത് എന്നെല്ലാം അറിയുവാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. പരമഹംസ യോഗാനന്ദ. നിങ്ങളിൽ പലർക്കും ഈ ഒരു പേര് പരിചയമുണ്ടായിരിക്കും. ഒരു യോഗിയുടെ ആത്മകഥ എന്ന പുസ്തകത്തിലൂടെയായിരിക്കും അദ്ദേഹത്തെ പലരും അറിഞ്ഞിരിക്കുക. അതേ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒരു ദിവസം യോഗാനന്ദ തൻ്റെ ശിഷ്യന്മാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ശിഷ്യൻ ചോദിച്ചു, ഗുരുവേ, ഞാൻ അങ്ങയുടെ കൂടെ എന്നും ആത്മീയപാതയിൽ ഉണ്ടാകുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരിക്കലുമില്ല. കുറച്ചു നാൾ കഴിഞ്ഞു നിന്റെ ബന്ധുക്കൾ വന്നു നിന്നെ തിരികെ നിന്റെ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. കുറച്ച് നാളുകൾക്ക് ശേഷം നീ വിവാഹിതനാവുകയും ചെയ്യും. കുറച്ച് നാളുകൾക്ക് ശേഷം അത് അങ്ങനെ തന്നെ സംഭവിച്ചു. അപ്പോൾ കൂട്ടത്തിലുള്ള ഒരു കുട്ടി തൻ്റെ കാര്യം ചോദിച്ചു. അവന് 12 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അവൻ്റെ ചോദ്യം കേട്ട അദ്ദേഹം പറഞ്ഞു, നീ അധികം വൈകാതെ ഈ ലോകത്തു നിന്ന് വിട പറയും. ആ വാക്ക് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും അടക്കുവാൻ കഴിയാതെ പുറത്തു വന്നവയാണ്. അത് കേട്ട പലരും ആശ്ചര്യം പൂണ്ടു. അതിലുപരി സങ്കടമാണ് എല്ലാവർക്കും തോന്നിയത്. കാരണം അവർക്കെല്ലാം അവൻ പ്രിയപ്പെട്ടവനായിരുന്നു. ഒരു ദിവസം യോഗിയുടെ അരികിൽ അവൻ വന്നു. അദ്ദേഹം ചോദിച്ചു, എന്താണ് കാശി? അവൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, എൻ്റെ ഈ ജന്മത്തിലെ നാളുകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ജന്മത്തിൽ അങ്ങ് എന്നെ ചെറുപ്പത്തിൽ തന്നെ കണ്ടുപിടിച്ചു ആത്മീയ പാതയിൽ എത്തിക്കണം. വേറെ ഒരു വഴിയുമില്ലാതെ വന്നപ്പോൾ യോഗാനന്ദ അവന് വാക്കുകൊടുത്തു. ഒരു നാൾ യാത്ര പോകുന്നതിന് മുമ്പ് അദ്ദേഹം കാശിയെ വിളിച്ചു ഉപദേശിച്ചു. എക്കാരണങ്ങൾ കൊണ്ടും ആശ്രമം വിട്ട് വെളിയിൽ പോകരുത്. ആശ്രമത്തിൽ തന്നെ ഇരുന്നാൽ അവൻ്റെ ജീവന് ഹാനിയൊന്നും സംഭവിക്കില്ല എന്ന് അദ്ദേഹം ആശ്വസിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം പോയി ഉടനെ തന്നെ കാശിയുടെ അച്ഛൻ അവിടെ എത്തി. തൻ്റെ മകനെ വീട്ടിലേക്ക് കുറച്ച് ദിവസത്തെ അവധിക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി വന്നതാണ് അയാൾ. കാശി വരുന്നില്ല എന്ന് ശഠിച്ചു. എങ്കിലും ഫലമുണ്ടായില്ല. ആ ഒരു യാത്രയോടുകൂടി കാശി ഈ ലോകത്തോട് വിട പറഞ്ഞു. വിവരമറിഞ്ഞ യോഗാനന്ദ തൻ്റെ പ്രിയ ശിഷ്യന് നൽകിയ വാക്ക് നിറവേറ്റുവാനുള്ള കാര്യങ്ങൾ തുടങ്ങി. കാശിക്ക് നൽകിയ വാക്ക് ഓരോ നിമിഷവും അദ്ദേഹത്തിൻ്റെ ചിന്തകളെ മതിച്ചുകൊണ്ടിരുന്നു. അവന് കൊടുത്ത ആ വാക്ക് നിറവേറ്റണം എങ്കിൽ സൂക്ഷ്മലോകത്ത് അവൻ്റെ വാസം എവിടെയാണെന്ന് ആദ്യം അറിയണം. ഒരുപാട് നിറവേറാത്ത ആഗ്രഹങ്ങളുമായാണ് അവൻ വിട പറഞ്ഞത്. സൂക്ഷ്മലോകത്ത് ഇതുപോലുള്ള അനേകം ആത്മാക്കൾ ഉണ്ടാകും. അതിനിടയിലുള്ള അവനുമായി എങ്ങനെ ആത്മബന്ധം സ്ഥാപിക്കും? അതായിരുന്നു അദ്ദേഹത്തെ കുഴക്കിയ ചിന്ത. അതിനായി യോഗവിദ്യയിലെ ഒരു രഹസ്യമാർഗം പരീക്ഷിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം ഭ്രൂമധ്യത്തിൽ നിന്നും നിരന്തരമായി കാശിയോടുള്ള തൻ്റെ സ്നേഹം പ്രസരിപ്പിച്ചുകൊണ്ടേയിരുന്നു. കാശിയുടെ ആത്മാവ് അധികം വൈകാതെ ഭൂമിയിൽ തിരിച്ചെത്തുമെന്നും തൻ്റെ സന്ദേശത്തിന് പ്രതികരണം തരും എന്നും അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ കാശിയുടെ അടുത്തു നിന്നും പ്രതികരണമുണ്ടായാൽ അത് തൻ്റെ ശരീരം സ്വീകരിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. കൈകൾ ഒരു പ്രത്യേക പോസിൽ വെച്ചിട്ട് നിന്ന സ്ഥലത്തു നിന്നും പലപ്പോഴും വട്ടം ചുറ്റി അദ്ദേഹം നോക്കുമായിരുന്നു. കാശിയുടെ മരണശേഷം 6 മാസമായി സ്ഥിരമായി തന്നെ ഈ രഹസ്യവിദ്യ എന്നും അദ്ദേഹം തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം കൈവിരലിൻ്റെ തുമ്പറ്റത്തു നിന്നും ഒരു വൈദ്യുതി പ്രവാഹം ശരീരത്തിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം ആകെ കോരിത്തരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ബോധമണ്ഡലത്തിൻ്റെ അഗാധ തലത്തിൽ ആ വൈദ്യുത സിഗ്നൽ ഒരു ചിന്തയായി രൂപം പ്രാപിച്ചു. ഞാൻ കാശിയാണ്. അദ്ദേഹം സ്ഥിരം ചെയ്യാറുള്ള ആ വിദ്യ ഒന്നുകൂടി ചെയ്തു. കൈകൾ ഉയർത്തി വട്ടം ചുറ്റി. ഒരു ദിശയിൽ എത്തിയ സമയം വൈദ്യുതിയുടെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചു. ഒരു ഇടവഴിയായിരുന്നു അത്. അദ്ദേഹം അതിലൂടെ നടന്നു നീങ്ങി. ഒരു വീടിന് മുമ്പിൽ എത്തിയ അദ്ദേഹം അങ്ങോട്ട് കയറി. വാതിൽ തട്ടി. വാതിൽ തുറന്ന ജോലിക്കാരി ഗൃഹനാഥനെ വിളിച്ചു. കാവ്യവസ്ത്രധാരിയെ കണ്ട ഗൃഹനാഥൻ ബഹുമാനം കാണിച്ചു. യോഗാനന്ദ ചോദിച്ചു, താങ്കളും ഭാര്യയും കഴിഞ്ഞ 6 മാസമായി ഒരു കുഞ്ഞിൻ്റെ ജനനത്തിനായി കാത്തിരിക്കുകയാണോ? ഇത് കേട്ടതും ഗൃഹനാഥൻ അത്ഭുതസ്തബ്ധനായി. അയാൾ ചോദിച്ചു, അത് അങ്ങയ്ക്ക് എങ്ങനെ അറിയാം? അപ്പോൾ യോഗി സംഭവങ്ങളെല്ലാം അദ്ദേഹത്തോട് വിവരിച്ചു കൊടുത്തു. അത് കേട്ട അദ്ദേഹം അത്ഭുതത്തിൽ ആയിരുന്നു. ആ യോഗി പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ആൺകുട്ടി ജനിക്കും. പിന്നെ ആ കുഞ്ഞിൻ്റെ രൂപഭാവങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം അദ്ദേഹം കഴിഞ്ഞ ജന്മത്തിലെ കാശിയുടെ രൂപത്തിൽ നിന്നുമാണ് പറഞ്ഞത്. ആ കുഞ്ഞിൻ്റെ ജനനശേഷം ആ യോഗി വീണ്ടും അവിടെ എത്തി. എല്ലാം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ. ആ കുഞ്ഞിനും അവർ ഈ ജന്മത്തിലും കാശി എന്ന് തന്നെയാണ് പേര് നൽകിയത്. ആ കുട്ടി കണ്ട മാത്രയിൽ തന്നെ യോഗാനന്ദനോട് അടുപ്പം കാണിച്ചു.
വർഷങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം അവനെ ശിഷ്യനായി സ്വീകരിക്കുകയും ചെയ്തു. ഇതെല്ലാം കേട്ടുകഴിഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ അത്ഭുതമായിരിക്കും. ഭാരതീയ ആത്മീയതയിൽ അങ്ങനെ അനേകം അത്ഭുതങ്ങളുണ്ട്. നമുക്കാണ് അത് അത്ഭുതം. യോഗികൾക്ക് ഇത് ഒരു സാധാരണ സംഭവം മാത്രമാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.